ഹായ്, നമസ്കാരം. ആ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടങ്ങുന്നു. നമ്മുടെ ഇന്ത്യ 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 79 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ബ്രിട്ടീഷ് അധികാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമാകുന്നു. പക്ഷേ ഇന്നും നമ്മൾ സ്വതന്ത്രരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലല്ലോ. ഇന്ത്യയുടെ പാട്രിയോട്ടിസം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാട്രിയോട്ടിസവും സെക്യുലറിസവും നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേശീയ ഗീതമായിട്ട് നമ്മുടെ 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന പൂർണ്ണമായി അംഗീകരിച്ച് ദിവസം 1949 നവംബർ 26. അങ്ങനെയാണ് അന്ന് നവംബർ 26 നമ്മുടെ ഭരണഘടനാ ദിനം. അന്നാണ് അദ്ദേഹം അത് അംഗീകരിക്കുന്നത്. പിന്നീട് നടപ്പിൽ വരുന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് 1950 ജാനുവരി 26. അന്ന് ഇന്ത്യ റിപ്പബ്ലിക് ആയ സമയത്ത് ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് അല്ലെങ്കിൽ ദേശീയ ഗാനമായിട്ട് ജനഗണമന എഴുതിയ ഒരു കവിത അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയെ എടുത്തു. അതൊരിക്കലും അതിനകത്ത് ഒരു മതമോ പ്രത്യേകിച്ച് മറ്റ് ഇതൊന്നും വരുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ നമ്മുടെ രാജ്യത്തിന് മാത്രം ഇത് ചെയ്തു ഒരു സോങ്ങാണത്. വളരെ ചെറിയൊരു സോങ്. അതൊരു നാഷണൽ ആന്തമായിട്ട് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ ഇന്ത്യ ഒരു നാഷണൽ ഗീതം. ഇന്ത്യ ഒരു പല തരത്തിലുള്ള വിവിധ നാനാർത്ഥത്തിൽ ഏകത്വം എന്നൊരു കോൺസെപ്റ്റുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരു നാഷണൽ സോങ് ഉണ്ടായിരുന്നു. നാഷണൽ സോങ് അതെന്ന് പറയുന്നത് വന്ദേ മാതരമായിരുന്നു. വന്ദേ മാതരത്തിലെ രണ്ട് സ്റ്റാൻസ മാത്രമേ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരുന്നുള്ളൂ. രണ്ട് സ്റ്റാൻസ, ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമാണ് നാഷണൽ സോങ് ആയിട്ട്, ദേശീയ ഗീതമായിട്ട് വരുന്നുള്ളൂ. അതിന് പാടണമെന്നോ പാടണ്ടെന്നോ ഒരിടത്തും ഒരു നിയമവും ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. ഈ ഫുള്ള് പാടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും പാടാതിരുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല. ഇന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞേക്കുന്നത് പാടണം, അത് ഫുൾ പാടണം. അന്ന് 2 സ്റ്റാൻസ മാത്രമാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 സ്റ്റാൻസ കഴിഞ്ഞ് അങ്ങോട്ട് പറയുന്നത് മൊത്തം ഒരു ഇന്ത്യ ഒരു ഹിന്ദുയിസ്റ്റിക് കൺട്രിയിലെ ഒരു സോങ് പോലെയായിരുന്നു. ഒരു ഹിന്ദുയിസ്റ്റിക് കൺട്രിയാണ് ഇന്ത്യ എങ്കിൽ അങ്ങ് അത്ര ഒരു സോങ് ആപ്റ്റാണ് എന്ന് തോന്നിപ്പോകും. അതിപ്പോൾ പാകിസ്ഥാൻ്റെ മതം എന്താണോ അവിടുത്തെ ഓരോ രാജ്യങ്ങളിലും അധിഷ്ഠിത രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്തും അവിടുത്തെ നാഷണൽ സോങ് അല്ലെങ്കിൽ നാഷണൽ ആന്തത്തിൽ എപ്പോഴും ഒരു മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഉണ്ടാകും. അതെന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ലല്ലോ. ഇന്ത്യ എല്ലാ മതത്തെയും ഒരുപോലെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു സംഭവം പറ്റില്ല. അത്രത്തോളം അധപതനമാണ്. ഇന്ത്യയുടെ സെക്യുലറിസം തകരുന്നു. ഇതെൻ്റെ ഒരു മറുപടി കൂടിയാണ് ഒരു വ്യക്തിയോട്. ഈ കാര്യം ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒരു ദേശീയ ഗീതമായ വന്ദേ മാതരം ഫുള്ളങ്ങ് പാടി. അന്ന് ഞാൻ പറഞ്ഞു അംബേദ്കർ മരിച്ചു എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. അദ്ദേഹം ഇട്ടിരുന്ന ഒരു സ്റ്റാറ്റസിന് ഞാൻ റിപ്ലൈ കൊടുത്തു. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അംബേദ്കർ പണ്ടേ മരിച്ചു. അംബേദ്കറിനെ കോൺഗ്രസ്സുകാർ ഇവിടെ മഹാരാഷ്ട്രയിൽ ഇലക്ഷനിൽ തോൽപ്പിച്ചു എന്നങ്ങോട്ട് അങ്ങനത്തെ പരിപാടി. ഇലക്ഷനിൽ തോൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ജയിക്കാതെ ജയിച്ചൊരു വ്യക്തിയല്ലേ എന്നൊരു അംബേദ്കറിസം എന്ന് പറയുന്നത് ഇന്ത്യ ഡെമോക്രസി, ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴല്ലേ. അത് ഒരിക്കലും ഒരു പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മാത്രം അല്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അംബേദ്കർ അന്ന് ആ സമയത്ത് നിന്ന സമയത്തെ ജനങ്ങളുടെ വികാരം അനുസരിച്ച്
ജനവികാരത്തിൽ പാർട്ടിപരമായോ രാഷ്ട്രീയപരമായോ അദ്ദേഹം ചിലപ്പോൾ എതിരായിരുന്നു നോക്കാം, അതുകൊണ്ട് തോറ്റു. അത് അംബേദ്കറിൻ്റെ വിജയം കൂടിയല്ലേ, അംബേദ്കർ ഉദ്ദേശിച്ചതും അത് തന്നെയല്ലേ. ജനവികാരങ്ങൾ, ജനത്തിൻ്റെ വികാരം നോക്കിയായിരിക്കണം, ജനത്തിന് ഏറ്റവും മികച്ച രീതിയിൽ വേണം. ജനങ്ങൾക്ക് എപ്പോഴും ഗുണപരമായി നമ്മൾ ദോഷകരമായ ഒരിക്കലും ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ഈ നാഷണൽ ഗീതത്തിന് ഒരിക്കലും ഫുൾ സ്റ്റാൻസ് എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടുന്നില്ല. ഓൾറെഡി നമ്മുടെ സ്വാതന്ത്ര്യം ഓരോന്നായി ഹനിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ, എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് പുറത്തിറങ്ങി പല കാര്യങ്ങളും പറയണമെന്നുണ്ട്. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. എതിർത്ത് പറയാൻ കഴിയില്ല, അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല. അത് ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പ്രശ്നം. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, എനിക്ക് നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിച്ചു. ഇന്നിപ്പം നമുക്കുള്ള പല ഈവൻ ലൈഫ് മിഷനിൽ നഷ്ടപ്പെട്ടുകൊണ്ടൊരു വീടിന് ലോഗോ വെക്കണം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞുള്ള ലോഗോ വെക്കണം. എന്നിട്ട് 1,00,000 രൂപ ഉപഭോക്താവ് കണ്ടെത്തണം. അതൊക്കെ എന്താണ് കേരളത്തിലെ അവസ്ഥയാണ്. ഒരു മാറ്റം ആഗ്രഹിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടിരുന്ന ആൾക്കൊരു ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് മറുപടി പറയാൻ അറിയത്തില്ല. അതാണ് അല്ലെങ്കിൽ അയാൾ എപ്പോഴും പറയുന്ന മറുപടി എന്ന് പറയുന്നത് മുൻപത്തെ സർക്കാർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റു, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അവരെ റെക്ടിഫൈ ചെയ്യാനല്ലേ അവരെ പുതിയൊരു ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പുള്ളി എനിക്ക് കേട്ട ഒരു ശിഖണ്ഡി റോളാണെന്ന് തോന്നുന്നു. മഹാഭാരതത്തിലെ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ജയിച്ച പോലെ ശിഖണ്ഡിയെ മുൻനിർത്തി BJP ജയിക്കുന്നു. ഇവിടുത്തെ VD സതീശൻ എന്ന വ്യക്തിയെ മുൻനിർത്തി കോൺഗ്രസിനെ തകർത്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരും. അല്ലെങ്കിൽ BJP അധികാരത്തിൽ നടക്കുന്നു, അധികാരത്തിൽ ഏറിയിരിക്കുന്നു. VD Savarkar is equal to VD Satish. സിമ്പിൾ ലോജിക്. എൻ്റെ വീഡിയോയിൽ തൂക്കാം, എൻ്റെ അക്കൗണ്ട് ഹാങ് ഇതായി കളയാം എന്നൊക്കെ ഒരു ഉറപ്പ് പേടി എനിക്കുണ്ട്. കാരണം എല്ലാം തുക്കിന് പോക്കുകയാണ്. വീഡിയോ എത്ര നേരം ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പറയാൻ കാണിക്കുന്ന ധൈര്യം എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. വീഡിയോ നഷ്ടപ്പെടാം, വീഡിയോ കൂട്ടാം, റിപ്പോർട്ട് അടിച്ച് പണി കിട്ടാം, പിന്നെ എനിക്ക് പോലീസ് കേസ് വരാം, പറയാൻ പറ്റത്തില്ല. ഞാൻ രാജ്യദ്രോഹിയായി പോവും. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും രാജ്യദ്രോഹിയാണ്. ഇപ്പോഴും നിലവിലത്തെ സിസ്റ്റം അനുസരിച്ച് ആരും എൻ്റെ കൂടെ കാണത്തില്ല എനിക്കറിയാം. എന്നിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ സ്വതന്ത്രരാണ്, നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ടുണ്ട്, നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദിക്കണം, ശബ്ദമുയർത്തണം. ശബ്ദമുയർത്താതിരുന്നു കഴിഞ്ഞാൽ മൗനം അത് ഏറ്റവും വലിയ ആപത്താണ്. സോ our freedom is useful. We use our freedom. നമുക്ക് നമ്മുടെ രാജ്യം നമുക്ക് തന്ന അവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുക. ബൈ. ജയ് ഹിന്ദ്.